കിഴക്കമ്പലത്തെ ഹോക്കി സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് PR ശ്രീജേഷ്. ഹോക്കി സ്റ്റേഡിയം നാട്ടുകാരുടെ ആവശ്യമാണ്. നാട്ടിലെത്തിയപ്പോഴൊക്കെ താൻ റോഡിലാണ് പരിശീലിച്ചത്. തന്റെ പേരിൽ തന്നെ സ്റ്റേഡിയം വേണമെന്നില്ലെന്നും ശ്രീജേഷ് പറഞ്ഞു. PR ശ്രീജേഷിന്റെ പേരിൽ നിർമ്മാണം ആരംഭിച്ച സ്റ്റേഡിയം കാട് പിടിച്ചു കിടക്കുന്നതിലാണ് താരത്തിന്റെ പ്രതികരണം. വോളിബോൾ കളിച്ചിരുന്ന സ്ഥലം നവീകരിച്ച് ഇൻഡോർ സ്റ്റേഡിയമാക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. തന്റെ പേര് നൽകിയില്ലെങ്കിലും സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കണം. സ്റ്റേഡിയം എന്നത് നാട്ടുകാരുടെ ആവശ്യമാണ്. മുൻപ് നാട്ടിലെത്തിയപ്പോഴൊക്കെ താൻ റോഡിലാണ് പരിശീലിച്ചത്. എന്നാൽ കുട്ടികൾക്ക് സ്റ്റേഡിയം ആവശ്യമാണെന്നും PR ശ്രീജേഷ് വ്യക്തമാക്കി. നാട്ടുകാർക്ക് ഒരു സ്റ്റേഡിയം വളരെ അത്യാവശ്യമാണ്. അതിപ്പോ എന്റെ പേര് വേണമെന്നൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 2014 തോന്നുന്നു ഏഷ്യൻ ഗെയിംസ് ജയിച്ചു വന്നപ്പം അന്ന് മിനിസ്റ്റർ പറഞ്ഞതാണ് ഇവിടെ സ്ഥലം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റേഡിയം തരാം. അങ്ങനെയാണ് അവിടെ പഞ്ചായത്ത് സ്ഥലം കൊടുക്കുന്നതും. അത് ഓൾറെഡി ഒരു വോളിബോൾ ഗ്രൗണ്ട് ആയിരുന്നു. അപ്പോൾ ഇത് മൾട്ടിപർപ്പസ് ഗ്രൗണ്ട് പോലെ ആക്കിയിട്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം പോലെ പണിയെന്ന് വിചാരിച്ചാണ് ചെയ്തത്. പക്ഷെ അതിനുശേഷം എന്തോ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതവിടെ മുടങ്ങിക്കിടക്കുകയാണ്. അന്ന് കളിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ കളിക്കാനും പറ്റുന്നില്ല. പുല്ലും പിടിച്ച് കാടും പിടിച്ച് കിടക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ നാട്ടിൽ വരുമ്പോൾ ട്രെയിനിങ് ചെയ്യുന്നത് ഈ റോട്ടിൽ കൂടെ ഓടുന്നത്. ചെറിയ കുട്ടികൾ അവർക്ക് ഓടാൻ പോലും പറ്റത്തില്ല. 2014 ഏഷ്യൻ ഗെയിംസ് വിജയശേഷമാണ് PR ശ്രീജേഷിന്റെ പേരിൽ കിഴക്കമ്പലത്ത് സ്റ്റേഡിയം പ്രഖ്യാപിച്ചത്. പഞ്ചായത്തിന്റെ കൈവശമുണ്ടായിരുന്ന സ്ഥലം സ്റ്റേഡിയം നിർമ്മാണത്തിന് കൈമാറിയിരുന്നു. ഇവിടെ ഇരുമ്പ് തൂണുകൾ സ്ഥാപിച്ചതല്ലാതെ മറ്റ് നിർമ്മാണ പ്രവൃത്തികളൊന്നും നടന്നില്ല. കാട് പിടിച്ചു കിടക്കുന്ന സ്റ്റേഡിയം തന്റെ പേരിന് കളങ്കമാണെന്ന് നേരത്തെ ശ്രീജേഷ് പറഞ്ഞിരുന്നു. ജനം, കൊച്ചി.